ഹായ്. എന്റെ സർജറി എന്ന് പറയുന്നത് ചെയ്ത സമയത്ത് നല്ല പെയിൻഫുൾ ആയിരുന്നു. വേദന ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നത് തെറ്റായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു സർജറി. ആ സർജറി ചെയ്ത സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന സത്യമാണ്. അതായത് പുള്ളിക്കാരൻ സർജറി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിലുടനീളം സർജറി ചെയ്താൽ എന്തായിരിക്കും, സർജറി ചെയ്താൽ പ്രശ്നമാണോ, ചെയ്തതിന് ശേഷമുള്ള പെയിന്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയും പുള്ളി ചെയ്ത സർജറി എന്താണെന്ന് പറയുന്നില്ല. അതിനിപ്പോൾ എന്താ, അപ്പാണോ ഡൗൺ ആണോ, എവിടെ ഇട്ടാണ് നീ കീറിയിട്ട് പുതിയത് കുത്തികയറ്റി വെച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. എന്തിനാണോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്? നിന്നെപ്പോലുള്ള അലവലാദികൾ കാരണം ബാക്കിയുള്ളവർക്കും ഈ കിട്ടേണ്ട അക്സെപ്റ്റൻസ് പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിട്ട് അത് മനസ്സിലാക്കാതെ പൊട്ടം കൊണാപ്പായി. ഇവനെ ഇനി ഒരു കാരണവശാലും പെണ്ണെന്ന രീതിയിൽ ആരും സംസാരിക്കരുത്. കാരണം ഇവൻ പറയണ മുഴുക്ക നുണയാണ്. ഈ ഒരു അവസ്ഥയിലുള്ള ഒരുപാട് പേര് സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നിരന്തരം പൊരുതുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ കൂടെ അവഹേളിക്കാൻ തക്കവണ്ണമുള്ള ഒരു വൃത്തികെട്ട വ്ളോഗറാണ് ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് ഇതിനകത്ത് അയാൾ പറയുന്നുണ്ട്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, അതുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുകയാണെന്ന്. എന്ത് ഇൻഫ്ലുവൻസ്? ഇവൻ ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? സൊസൈറ്റിയിൽ ഇവൻ എന്ത് ഇൻഫ്ലുവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്? പിന്നെ ഇരിക്കുന്ന ഈ പഞ്ചാര കുട്ടപ്പൻ്റെ വായിരിക്കുന്നതൊക്കെ കേട്ടാലുണ്ടല്ലോ എവിടെയെങ്കിലും വെച്ച് ഇവനുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കണം. ശിവനെ ഒരു രക്ഷയേ ഇല്ലാത്ത തെറിയാണ് വിളിക്കുന്നത്. അത് മാത്രവുമോ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും മെക്കിട്ട് കയറും. ഇവൻ ഈ കവചം ഇട്ടിരിക്കുന്ന എന്തിനാണെന്ന് അറിയുമ്പോൾ, സ്ത്രീയാണെന്നുള്ളൊരു കവചം ഇട്ടിരിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ. അവന് പെണ്ണുങ്ങളുമായി നന്നായിട്ട് ഇടപഴകാൻ സാധിക്കണം. ട്രാൻസ് വിഭാഗത്തിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അത് ഉപയോഗിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്താ ഈ വായ്ത്താളം കൊണ്ടുവന്നതെന്നറിയാമോ? സിമ്പിളാണ്. ഇത് ഒത്തിരി പേര് എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി അവൻ എന്തുദ്ദേശിച്ചോ അത് തന്നെ ബാക്കിയുള്ളവർ ചെയ്തു കൊടുത്തു. റീച്ചാണ് മുഖ്യം. റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത ഒരു കുത്തിക്കലാശം മാത്രമാണ്. ഇനി ഇതുപോലെ വേറൊരുത്തനുണ്ട്, അവനെയും കൂടെ കാണാം. അതും കൂടെ കണ്ടാലേ പിന്നെ അത് കഴിഞ്ഞ് അവള് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോ ഫോണിൽ എനിക്ക് അത് അവളുടെ കൂടെ ഡിസിഷൻ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, അല്ലാണ്ട് ഒറ്റയ്ക്ക് കയറി ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ജാനുവരി 25 ഒരു ഉണ്ടയില്ല, ഒരു വാഴയില്ല. ഇതെന്തിനാണെന്നറിയാമോ? സഞ്ജു ടെക്കിയ. ഒന്നും പറയാനില്ല. ഇവൻ എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അറിയാമോ? അവൻ്റെ പിന്നെ ഫാമിലിയിൽ എന്തൊരാ കുഴപ്പമാണ്. കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നു, ഒരു പട്ടിച്ചാത്തരം തോന്നില്ല. 15 ലക്ഷം ആൾക്കാരെങ്ങാണ്ട് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ്. അത് ചിലർക്ക് അങ്ങനെയാണ്, എനിക്കും അങ്ങനെയൊക്കെ ആകാറുണ്ട്. നമ്മളെ സബ്സ്ക്രിപ്ഷൻ എത്രയുണ്ടോ അത്രയും അതിൻ്റെ ഒരു 10% പോലും വ്യൂ ഉണ്ടാവത്തില്ല, സ്വാഭാവികമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ഇല്ലാ കഥയും കൊണ്ടുവന്ന് ഈ വായ്ത്താളം കാണിക്കുന്ന ഇവന് ആദ്യത്തെ പെണ്ണ് ഒഴിവാക്കിയത് എത്ര നന്നായി എന്നുള്ളതാണ്. ഒരു നിവൃത്തിയുമില്ലാത്ത കഥയാണ് പറയുന്നത്. 2-3 വീഡിയോ ആയി. ഇത് ഞാൻ 3ാമത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതിന് മുമ്പുള്ള 2 വീഡിയോയും ഇല്ല, ഇത് ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെ ആ പെണ്ണും കൂടെ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ തെറ്റി കേട്ടോ, ഞങ്ങൾ തമ്മിൽ പിണങ്ങി, നിങ്ങൾ പോയി നോക്കിയാൽ മതി, പാവല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തല്ലേ, നിങ്ങൾ എന്നെ പോയി നോക്കിക്കോളി. അമ്മാതിരി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്. സത്യത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്തിനാണ് ഈ വഴക്ക്? ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് കാണാൻ ഒത്തിരി പേരുണ്ടാവും. ആ ഗോസിപ്പിൽ കൂടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, അതാണ് സഞ്ജു ഉദ്ദേശിക്കുന്നത്. അപ്പുറത്തുള്ള ചെറുക്കൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് സഞ്ജുവിൻ്റെ കെട്ടിയോളെ അല്ല പറഞ്ഞ നമ്മുടെ ജാസി എന്ന് പറയുന്ന പെണ്ണായിട്ട് അഭിനയിക്കുന്ന അവനുണ്ടല്ലോ, അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. ഹെലനോസ് പാട്ട എടുത്ത് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇത്തിരി റീച്ച് ഉണ്ടായിരുന്നു. ഹെലനും കിട്ടിയ റീച്ച് നല്ല രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്ലാസ് ഫൈറ്റായിരുന്നു. അത് ഹെലൻ ഒരു പടി കൂടെ പോയിട്ട് റീച്ചോ ഉലകം എന്നുള്ള രീതിയിൽ അതും വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവർ രണ്ടുപേരും കൂടെ നല്ല ഫൈറ്റ്, യമഹണ്ടൻ ഫൈറ്റായിരുന്നു. അത് എല്ലാവരും ആസ്വദിച്ച് കാണുകയും ചെയ്തു. ജാസിക്കിട്ട് 2 കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ അത്യാവശ്യം സംതൃപ്തി അടയുന്ന തരത്തിൽ ഹെലൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, അത് കഴിഞ്ഞു. പിന്നെയും വീണ്ടും ആൾക്കാർ രേണു കുണിയിലേക്ക് പോയി. രേണു കുണിതാ വീണ്ടും തൂറി വരുന്നു. അവൾ ഇനിയിപ്പോൾ എയറിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഇവരുടെ റീച്ച് അങ്ങോട്ട് കുറയും. ഉടനെ ഇവരും പുതിയ കണ്ടീഷൻസും കൊണ്ടങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ എന്താണ് എമർജൻസി? ഒരു ഓപ്പറേഷനെ പറ്റി ഒരു വിശദീകരണം കൊടുക്കുക. നീ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ? ഒരു ഓപ്പറേഷനും അവൻ ചെയ്തിട്ടില്ല. അത് തെളിവുൾപ്പെടെ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നിട്ടും ഞാൻ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടും ബാക്കിയുള്ളവരുടെ ഡാറ്റ കളയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ജാസിയും ഈ വായി നോക്കി, ഈ എച്ചക്കല വായി നോക്കി. ഇവൻ്റെ റീച്ച് കുറഞ്ഞ ഉടനെ അവനും ഇറങ്ങിയിട്ടുണ്ട്.
റീച്ച് ഇല്ല എങ്കിൽ ഇവറ്റകൾ വിഷമടിച്ചിട്ട് അതും റീച്ചാക്കുന്ന ലെവലുണ്ട്. എന്തായാലും ഭാഗ്യമുണ്ട് മറ്റേ എക്സ്ട്രീമിലേക്ക് ഇവർ പോകുന്നില്ല. തുണി പൊക്കി കാണിച്ചിട്ടുള്ള അതിലും പോകാൻ ചാൻസസ് ആർ ദയർ. റീച്ച് മുഖ്യം. സ്വന്തം വീട്ടിൽ ഇല്ലാത്തൊരു ചണ്ട ഉണ്ട് എന്ന് പറയുന്നു. ആ ചണ്ട ഡെവലപ്പ് ചെയ്യുന്നത് പറയുന്നു. അതും ചിരിച്ചാ പറയണം ഞങ്ങളമ്മ പിണങ്ങി കേട്ടോ എന്ന്. ഇത് കണ്ടാൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഭിനയിച്ചെങ്കിലും പറഞ്ഞുകൂടെടാ. കണ്ടു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്നറിയാമോ? ഇവർ നിങ്ങളെ ചതിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അൺഫോളോ ചെയ്യുക, അൺസബ് ചെയ്യുക. അതാണ് വേണ്ടത്. ഒരു വലിയ കുത്തൊഴുക്കുണ്ടാവണം. ആളുകൾ ഇറങ്ങിപ്പോകും എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ മേൽക്കൊണ്ട് ആരെയും പറ്റിക്കത്തില്ല. നമ്മളിതെന്താണ് ഇവരുടെ പേക്കൂത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും സബ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഇവൻ പറഞ്ഞ കേട്ടോ ജനുവരി 25 ഞങ്ങൾക്കിടയിൽ ഒരു സസ്പെൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആളുകളുടെ ഇതാണ് അവൻ ടച്ച് ചെയ്യുന്നത്. ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. എന്നിട്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ പോട്ടെ അതങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ച് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും. ആ ഒരു സബ്സ്ക്രിപ്ഷൻ അവന് വാല്യൂ ആണ്, ആ വ്യൂ അവന് വാല്യൂ ആണ്. അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡാറ്റ കളയണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. കാര്യപ്രസക്തമായ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോയത് കാണാം. നല്ല ജെനുവിനായിട്ട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അവർക്കൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടാനും ഒക്കെ ഒരു സപ്പോർട്ടായിരിക്കും. പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് വേറെ നിവൃത്തിയില്ല അത്യാവശ്യം ഫണ്ട് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അവരുടെ ഫാമിലി ലൈഫ്. ഒരാളും ആഗ്രഹിച്ച് പുറത്തേക്ക് ഇപ്പോൾ കാണിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധിത ഘട്ടം വരുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇത് ജോലിക്കും കൂലിക്കും പോകാതെ കുത്തിക്കഴപ്പും കൊണ്ടിരുന്ന് കാണിക്കുന്ന ചഞ്ചു ടെക്കിയൊക്കെ പോലുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് വേണം അടിപറ്റിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദ സെയിം മാനർ ജാസി എന്ന് പറയുന്നവൻ, ഇവർക്കൊക്കെ വിയർപ്പിൻ്റെ അസുഖമാണ്. ജോലി ചെയ്യാൻ വയ്യ, ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്തതിന് കാണിക്കുന്ന കൂത്തുകൾ മാത്രമാണ് ഇതൊക്കെ. ഇതിന് സമൂഹമാണ് റെസ്പോൺസിബിൾ. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി നിങ്ങളാണ് പെരുമാറേണ്ടത്. റീസണും കൂടെ പറയാം. ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ കാണിച്ച് ഇതിൽ കൂടെ ഒരു ഫെയിം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ദുസ്സൂചനയും കൂടെയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഇവനെ സത്യത്തിൽ സർക്കാർ തലത്തിൽ വിലക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ കാണിക്കുന്ന പേക്കൂത്തുകൾ കാരണം പലയിടങ്ങളിലും പലരും ഇൻഫ്ലുവൻസ് ആയി പല പോക്കൃത്തരങ്ങളും കാണിക്കാൻ ചാൻസസ് ഉണ്ടെന്നും ഇവൻ്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്തിട്ടുണ്ട്. വണ്ടി കുറേ ദിവസം പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിൽ നിന്നൊന്നും തിരിച്ചറിവാകാതെ വീണ്ടും ഈ സമൂഹത്തിൽ വൈറലാകാൻ വേണ്ടി ഓരോ പോക്കൃത്തരം കാണിക്കുന്ന ഇവനെയൊന്നും വിശ്വസിച്ചുകൂടാ. ഇതൊക്കെ സൈക്കോപാത്തുകളാണ്. ഇവൻ്റെയൊക്കെ ഉള്ളിൽ നല്ല ഒന്നാം തരം സൈക്കോകളാണുള്ളത്. അതുകൊണ്ടാണ് തങ്ങളുടെ ലൈഫ് വെച്ച് കച്ചവടമാക്കിക്കൊണ്ട് അതിൽ കൂടെ ഒരു വരുമാനം എന്ന രീതിയിൽ ഈ പോക്കൃത്തരം അത്രയും കാണിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? അത്യാവശ്യം നല്ല കണ്ടൻറ്റൊക്കെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. എത്രയോ പേര് ഈ സഞ്ജു ലക്ഷ്മി, മിത്തു മീറിൻ, ഇവരൊക്കെ നല്ല കണ്ടൻസ് ഒക്കെ ചെയ്യുന്നവരാണ്. നല്ല നല്ല പ്രോഗ്രാംസാണ് അവരുടെയൊക്കെ. നമുക്ക് ലൈഫിലുള്ള കുറേയധികം ടേൺസൊക്കെ നമുക്ക് അവരിൽ കൂടെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ആളുകൾ കുറവാണെന്നുള്ള ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ലൈഫിൽ ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണു. ചിലർ ഭയങ്കര ഒരു ഗായത്രി എന്നൊരു കുട്ടിയുണ്ട്, അസാധ്യമാണ് ചിരിപ്പിക്കാനുള്ള കഴിവ്. ആദ്യമൊക്കെ കുറച്ച് ലാഗടിക്കുമെങ്കിൽ ഇപ്പം സൂപ്പർ വീഡിയോസാണ് ആ കുട്ടി ഇടുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളവരെ പ്രൊമോട്ട് ചെയ്യുക. കഴിവുകൾക്ക് കൃത്യമായ അഭിനന്ദനവും പ്രോത്സാഹനവും വേണം. ഇങ്ങനെയുള്ള നാറികൾ കാരണം സത്യത്തിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള റെസ്ട്രിക്ഷൻ പോലും പേരൻസ് ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവറ്റകളുടെ കാണാനേ പോകരുത്. ഇങ്ങനെ പറ്റിക്കുകയും സ്വന്തം ലൈഫിനെ ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് കാണിക്കുന്ന ഈ പോക്കൃത്തരത്തിന് അൺസബാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് ഞാൻ പറയും. കൂട്ടത്തോടെ ഒരു ഒഴിഞ്ഞുപോക്കുണ്ടെങ്കിൽ 100% നന്നായിക്കോളും. നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോക്കൃത്തരങ്ങൾ കാണിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ക്യൂരിയസ് ആണ് ആൾക്കാർ. അവരെ വീട്ടിൽ എന്താ പ്രശ്നം, അതെന്താ എന്നറിയാനുള്ള ആ ക്യൂരിയോസിറ്റിയാണ് അവർ വിറ്റ് കാശാക്കാൻ നിൽക്കുന്നത്. അവൻ്റെ ചിരിയും അവൻ്റെ വെടലത്ത വർത്താനവും അവൻ്റെ വെണ്ണുമ്പുള കൂടെ നിന്നുകൊണ്ട് കടാകടാടാ പറയണയൊക്കെ കേട്ടാൽ ഏകദേശം മനസ്സിലാവുന്ന കാര്യവും രണ്ടും കൂടെ ചേർന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ദ സെയിം ടൈം ജാസിയുടെ വിഷയം അത് തന്നെയാണ്. ജാസിയുടെ വിഷയം സമൂഹം കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അവരൊക്കെ ഇത്രയും ദിവസം ഒന്നോണ പറഞ്ഞു. അത് മാത്രമല്ല ട്രാൻസ് വിഭാഗത്തിലുള്ളവരും ഒപ്പോസിഷൻ പറഞ്ഞു. എന്നിട്ടും അടങ്കമാട്ടേനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഇതുണ്ടല്ല, അതിന് നല്ല മറുപടി സമൂഹമാണ് കൊടുക്കേണ്ടത്. സൊസൈറ്റിയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഇവൻ്റെയൊക്കെ ചാനൽ നല്ല എക്സ്ട്രീം ലെവലിൽ റിപ്പോർട്ട് അടിച്ചങ്ങ് വിട്ടുകൊടുക്കണം. പോക്കരത്തരവും കള്ളത്തരവും പറഞ്ഞ് ചുമ്മാ സൊസൈറ്റിയിൽ ഇല്ലാത്ത പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന നാറികളെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗം
ജനതയെ അവരുടെ അക്സെപ്റ്റൻസ് പോയിട്ട് അവരുടെ അസ്തിത്വം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ വിവരദോഷി കാരണം നടക്കുന്നത്. ട്രാൻസ് വിഭാഗം ഒന്നടങ്കം എതിർക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ്ലി ഞാൻ അതിനെപ്പറ്റി വീഡിയോ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മാലിക മാഡമൊക്കെ വന്ന് എത്രയോ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതുമാണ്. എന്നിട്ട് പോലും വീണ്ടും അവൻ്റെ ഈ ഒരു ഇതിന് ആൾ കൂടുന്നുണ്ടെങ്കിൽ അവൻ്റെ വിജയമാണ് എന്നുള്ളതാണ്. അത് തിരിച്ച് ചെയ്യുക, റിപ്പോർട്ട് അടിച്ചു കൊടുക്കുക, ഇഗ്നോർ ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റഡ് ഈ ചാനലെന്ന് അടിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിയാം. അൺസബും ചെയ്ത് ഒഴിഞ്ഞു കൊടുത്തു വയ്ക്കുകയാണ്. നല്ല പോലെ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ അഹങ്കാരങ്ങൾ തീർക്കും, ജെന്യൂനായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഇതൊക്കെ കണ്ട് ആർക്ക് ഇൻഫ്ലുവൻസ് ആവുമെന്നാണ് അവൻ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ആരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.